അപ്പോൾ നമ്മൾ ശ്രീനഗറിലാണ്. ശ്രീനഗറിൽ നിന്ന് നമ്മളിന്നിപ്പോൾ സോൻമർഗ് പിടിക്കാനുള്ള ഒരു പരിപാടി. സോൻമർഗ് അല്ലെങ്കിൽ ദ്രാസ് സമയിച്ചായിട്ടുണ്ട്. എത്രത്തോളം പോകുന്നു നോക്കും, എത്രത്തോളം പോകും. കൃത്യമായ ഒരു പ്ലാനിങ് ഒന്നുമില്ല. അപ്പോൾ ഇന്നലെ നമ്മളൊരു റൂം എടുത്തിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം ഒരു 18 ദിവസമായി നാട്ടിൽ നിന്ന് പോന്നിട്ട്. നമ്മൾ രണ്ടാമത്തെ റൂമാണ് അല്ലേ, രണ്ടാമത്തെ റൂം. നമ്മൾ ജയ്പൂർ ടൗണിൽ വെച്ചിട്ട് റൂം എടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ ശ്രീനഗറിൽ വന്നിട്ട് റൂം എടുത്തു. അപ്പോൾ ഇതാണ് റൂം. ബഡ്ജറ്റായിട്ട് കിട്ടി. 2,500 രൂപയ്ക്ക് കിട്ടി, കുഴപ്പമില്ല. തെറ്റില്ലാത്തൊരു ബാത്റൂമുണ്ട്, വലിയ ബാത്റൂമുണ്ട്. യെസ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ എത്രത്തോളം പോകാൻ പറ്റും നോക്കും. ഈ യാത്രയുടെ ടൈമൊക്കെ ആയതുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് സോൻമാർഗ്. അവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണെന്ന് അപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ചെറിയൊരു സെറ്റപ്പാണ് കേട്ടോ, വൺ സെറ്റപ്പ് ഒന്നുമല്ല. ചെറിയൊരു പ്രോപ്പർട്ടി കുറച്ചുള്ളിലേക്ക് മാറിയിട്ടാണ്. ഒറ്റ ആപ്പിളിൻ്റെ തൈ, ഗ്രീൻ ആപ്പിളാണ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് മൂത്ത് തന്നെ അങ്ങനെ അറിയാടാ, പുള്ളിനോട് ചോദിക്കി. അതെന്ന് വെച്ചാൽ പുള്ളി ആ തോട്ടി വെച്ച് പൊട്ടിച്ചു. ചെറിയൊരു പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ഒരെണ്ണം പൊട്ടിക്കുക, ടേസ്റ്റ് നോക്കാമല്ല. കാശ്മീർ വന്നിട്ട് പൊട്ടിച്ച് കഴിക്കണ്ട പറഞ്ഞു. പുള്ളിനെ വിളിക്കി. ഇവിടെ ഒരുത്തങ്ങനെ കളിക്കുന്നുണ്ട്. എല്ലാവരും റൂമിലും കയറി ഇറങ്ങലിന്. ഒരു എല്ലിനെ പിടിച്ചങ്ങാട്ട് എന്തൊക്കെ കാണിക്കുന്നത് നീ. എലിപ്പോൾ അതിനെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ്. ഇവിടെ തന്നെ താമസിക്കണം കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഫാമിംഗ് ഉണ്ട്. ഇവിടെ ഒരു ആപ്പിൾ ഉണ്ടാ, ഇവിടെ ഒരു ആപ്പിൾ മരമുണ്ട്. നീ പുള്ളിനെ വിളിക്കുക, എന്നിട്ട് ചോദിക്കി, ഒരെണ്ണം പിടിച്ചേരാൻ പറ. അല്ലല്ല, ദേടെ ഇവിടെ ഇവിടെ ഇത് അത് വേറെന്ത് വേണം. സബർ ജില്ലി. ഇത് ആപ്പിള്. ഇവിടെ വേറെ എന്തൊക്കെയോ പയർ എന്തൊക്കെയോ ഫാമിങ്. ഇവിടെ പുള്ളിക്ക് ഷിക്കാരല്ല, ചെറിയൊരു ബോട്ടാണ്. ഇതിൽ നമുക്ക് മെയിൻ ഷിക്കാര നടക്കുന്ന ഡാൽ ലേക്കിലേക്കൊക്കെ പോവാം. കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് നമ്മളെ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ വരുന്നത്. അപ്പോൾ ബഡ്ജറ്റായിട്ട് സ്റ്റേ ചെയ്യാനാണെങ്കിൽ ഡാൽ ലേക്കിൻ്റെ ബാക്ക് സൈഡാണത്. പെർ ഹെഡ് 250 രൂപ വരുന്നുള്ളൂ. ഞാൻ നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. അലിബായ് ആണ്. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മളൊരു ആപ്പിൾ അവിടെ നിന്ന് പറിച്ചിട്ടുണ്ട്. പറിക്കണ വീഡിയോ ഒന്നും വേണ്ട, കുറച്ചുള്ളിലേക്ക് ഇങ്ങോട്ട് പോരണം കേട്ടോ. ഒരു 5 മിനിറ്റ് റോട്ടിൽ നടക്കാനുണ്ട്, എന്നാലേ ഇങ്ങോട്ട് എത്തുള്ളൂ. നമ്മൾ വരുന്ന വഴിക്കുള്ള അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയെന്ന് തോന്നാം. നൈസ് ഒരു ബ്രിഡ്ജ്. അവിടെയൊക്കെ വീടുണ്ട്. അത് വീട്ടിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു. അടിപൊളി. അങ്ങനെ നടന്ന് നമ്മൾ റൂട്ടിലെത്തി. 5 മിനിറ്റ് നടന്നാൽ മതി. ഇവിടെ അത്യാവശ്യം മലയാളികൾ വന്ന് താമസിക്കുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. നമ്മളെ ചെറുക്കൻ്റെ ഇവിടെ കിടക്കുന്നുണ്ട്. അന്യമായ ചൂടാണ് കേട്ടോ. എന്ത് വിലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ. പൂജ ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വെക്കട്ടെ കേട്ടോ. 2 ആളും ഇവിടെ കിടക്കുന്നുണ്ട്. ഗംഭീര ചൂടാട്ടോ കാശ്മീരിൽ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്ര ചൂട് വരണമെന്നാണ് ഇവിടുത്തെ ലോക്കൽ പറയണത്. കുറേ മരമൊക്കെ വെട്ടിപ്പോയി ടൗണിൽ, അതിൻ്റെ പേരിലെന്നാണ് പറയണത്. അപ്പോൾ ഈ ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. രക്ഷയില്ലാത്ത ചൂടാണ്. വണ്ടി പഴുത്ത് കിടക്കുക. അങ്ങനെയുണ്ട്. നല്ല പച്ചയാണ്. ഗ്രീൻ ആപ്പിളല്ലേ. ആണല്ലേ. കുറച്ചുകൂടി മൂത്ത് കഴിഞ്ഞാൽ മധുരം വരും. മധുരമുണ്ട്. അപ്പോൾ നിന്റെ സാധനം മേടിക്കാണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് മിലിറ്ററി CRPF. രാത്രിയും പകലും മെയിൻ ആൾ കൂടുതലുള്ള സ്ഥലത്തൊക്കെ മിലിറ്ററിക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഷിക്കാര റൈഡ് കിട്ടും കേട്ടോ. ഈ ഭാഗത്ത് ഒരുപാട് കണ്ടോ, ഒരുപാട് ഷിക്കാര റൈഡ് കിട്ടും. ഇതൊക്കെ സ്റ്റാൻഡാണ്, ഷിക്കാര സ്റ്റാൻഡ്. ഡാലേക്കിൻ്റെ ഫ്രണ്ട് ഭാഗം പോലെ തന്നെ അവിടെ ഒരുപാടുണ്ട്. ഇവിടെ ഒരുപാടുണ്ട്. ആരും എടുക്കുന്നില്ല. ഈ ചൂടത്ത് ആരും ഇറങ്ങൂലടാ. ഇവിടെ ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. കശ്മീർ തണുപ്പ് പ്രതീക്ഷ ആരും വരണ്ട. സമ്മർ അറിയാലോ, സമ്മർ നല്ല ചൂടാണ്. പക്ഷെ ലോക്കൽ ആളുകൾ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ചൂട് ഈ ശ്രീനഗർ ടൗണിൽ വരണത്. ഭയങ്കര ചൂടാന്ന് പറഞ്ഞത്. സാധാരണ നോർമൽ 20 ഡിഗ്രി ഒക്കെ വരെ ഉണ്ടാവാറുള്ളൂ എന്ന് തോന്നുന്നുണ്ട് പകൽ സമയത്ത്. ഇതിപ്പോൾ 28-30 അടുത്ത് വരുന്നുണ്ട് തോന്നുന്നു. നമുക്കത് പ്രശ്നമല്ല, പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ചൂടായിട്ടാണ് ഫീൽ ചെയ്യണത്.
തിരക്കുക. എന്നാലും പുറകിൽ വരുന്ന ആളുകൾ ഇങ്ങനെ ഫോണടിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെവിടേക്ക് മാറാനാ? ദം ബിരിയാണിയാ? ബിരിയാണി ഉണ്ടോ അവിടെ? ദം ബിരിയാണി എവിടെ ചെന്നാലും നമ്മൾ കഴിക്കുന്ന സാധനമൊക്കെ നമ്മൾ കഴിക്കില്ല. അവിടുത്തെ സ്പെഷ്യലൊന്നും കഴിക്കില്ല. കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ നിർത്തിയേക്കാം. ഇവിടെ ആപ്പിൾ മേടിക്കാൻ 300 രൂപ ആപ്പിളിന്. കുറച്ച് ആപ്പിളും കുറച്ച് പഴവും മേടിക്കാം. ഉച്ചക്കലത്തെ ഫുഡ് ഫ്രൂട്ട്സ് മുമ്പിലാണ്. വെച്ച് കഴിക്കലില്ല. കുറച്ചങ്ങോട്ട് പോയിട്ട് വൈകുന്നേരത്തിന് സെറ്റ് ചെയ്യാം. നമ്മൾ ശ്രീനഗർ വിട്ടു. ഇനി നേരെ സോൻമർഗ് അല്ലെങ്കിൽ ദ്രാസ് പിടിക്കണം. ദ്രാസ് ലൊക്കേഷൻ 7 മണിയാണ് കാണിക്കുന്നത്. ഇനി സോജിലൊക്കെ കയറിയിട്ട് അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ്, എത്ര മണിയാവുമെന്നൊന്നും അറിയില്ല. പിന്നെ യാത്രയുടെ ബ്ലോക്ക് ഉണ്ടാവും ചിലപ്പോൾ. ഇപ്പോൾ തന്നെ ബ്ലോക്കാണ്. ടൗൺ വിടുന്നുള്ളൂ. നോക്കട്ടെ എന്താവുന്നുള്ളത്. വഴിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ എങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഡ്രൈ മുട്ടയുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയത്. അപ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു. തിരുവനന്തപുരത്തുള്ള ഫ്രഷ് അല്ലേ ചേട്ടൻ. പുള്ളി മിലിറ്ററിയില്ല. അവിടെ ഡ്യൂട്ടി ടൈമായിരുന്നു. ഫോട്ടോ വീഡിയോ നിർക്കാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീണ്ടും സോൻമർഗ് ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ലേറ്റായി. ദ്രാസ് എത്താൻ ഇപ്പോൾ 7:30 മണിക്കണം. അത് എത്താൻ ചാൻസ് കുറവാണ്. എന്തായാലും നോക്കട്ടെ. 8 മണി വരെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഡെയിലി 8 മണി വരെ കിട്ടും. എന്നിരുന്നാലും എത്രത്തോളം പോകാൻ പറ്റും നോക്കാം. അല്ല ശ്രീയാകെ എന്താ പറയുന്നു? ഒന്നും പറയാനില്ല. അതിന് മുമ്പാ? അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചില്ല. രാവിലെ ചെറിയൊരു ചായ സ്നാക്സും കഴിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് കഴിക്കുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും നിർത്തി ഫുഡ് ഉണ്ടാക്കി ചോറൊക്കെ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. ഫുഡ് എന്തായാലും കഴിക്കണം. ഹെൽത്തി അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ സോൻമർഗ് ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേ 392, കാർഗിൽ 166, ദ്രാസ് 109. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാലം ഒതുക്കി പണിയുന്നു. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ആ കാണുന്ന മലകളൊക്കെ മഞ്ഞിൽ പതച്ചെടുക്കുകയായിരുന്നു. അല്ല ശ്രീരാഗ? നല്ല ഡിസംബർ ലാസ്റ്റ് നമ്മൾ പോന്നു. 1-ാം തീയതി ന്യൂ ഇയറിന് അവിടെ എത്തണം നമ്മൾ. ഈ മലയൊക്കെ നമ്മൾ വന്നപ്പോൾ ഫുള്ള് മഞ്ഞായിരുന്നില്ലേ അല്ലേ? പക്ഷെ ശ്രീയാഗ എന്നെ സംബന്ധിച്ചിടത്തോളേ ഇതൊന്നും ഒരു എക്സൈറ്റ്മെന്റ് അല്ല ഇതുവരെ. കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെന്റ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കാശ്മീർ വന്നതിന് ശേഷം പോയ സ്ഥലങ്ങളൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലങ്ങളല്ലേ. പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ കുറച്ച് പോയി. കഴിഞ്ഞ തവണ വന്നപ്പോൾ മെയിൻ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോയത്. ഇത്തവണ വന്നപ്പോൾ കാഴ്ചകൾ മാറി. ഫുള്ള് പച്ചപ്പായി, വാലീസായി, ഭയങ്കര രസമുള്ള കാഴ്ചകളായി. അപ്പോൾ ഇനി സോൻമർഗ് വരെ നമ്മളന്ന് വന്നത് അവിടെ തവണ. ഇനി സോൻമർഗ് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മളൊരു ത്രില്ല്, ശരിക്കും എനിക്ക് ത്രില്ല് തുടങ്ങുന്നത്. അപ്പോൾ അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം നമ്മളിത് ഓൾറെഡി ഈ ഭാഗത്തൊക്കെ വന്നത് കാഴ്ച വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല മഞ്ഞായിരുന്നു. ഡിസംബർ ജനുവരിയിലാണ് വന്നത് 3 വർഷം മുന്നേ. ഇത്തവണ ഫുള്ള് നല്ല സീനിക്കാണ്, പച്ചപ്പാണ് ഫുള്ള്. അപ്പോൾ ഈ സോൻമർഗിലെ കാഴ്ച എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സോൻമർഗ് കുറച്ചും കൂടി വാലീസ് കൂടുതലുള്ളതാണ്. നോക്കാം അല്ലേ? എന്താ പറയാനുള്ള ശ്രീരാഗ? പച്ച കണ്ടാകെ കണ്ണ് മഞ്ഞളിച്ചിരിക്കലോ പച്ച കണ്ടിട്ട്? ഓക്കേ, സോജില്ല ബസ് നമ്മൾ കയറൂലേ? ടണൽ വഴിയാണ് അവിടെ. സോൻമർഗ് 15. സോൻമർഗിലേക്കുള്ള ടണലായിരിക്കും അല്ലേ? ഒരു വണ്ടി കിടക്കണോ? അത് നോക്കണ കണ്ടില്ലേ? സോൻമർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോൻമർഗ് ഒരു 15 കിലോമീറ്റർ.
എന്താ കാര്യം? അവിടെ പ്ലമ്മല്ലേ, അതിനോട് ചടിച്ച് പോകാൻ പറ്റുമോ? വേണ്ട ട്രാഫിക് എന്താ ട്രാഫിക്? പിടിച്ചിട്ടോ ശരിയാ. സോൻമാർഗ് 3 കിലോമീറ്റർ, കാർഗിൽ 123 കിലോമീറ്റർ, ലേ 348 കിലോമീറ്റർ. ആഹാ, ന്യൂ വെൽക്കം ടു സോന. ന്യൂ ഉണ്ടാണല്ലോ. ഇങ്ങനെയാണല്ലോട്ടാ. അപ്പൊ സോജില്ലേ? സോജില്ല, സോജില്ല. സോനാമാർഗിന്റെ മുന്നെയാണ്. അല്ല, സോൻമാർഗ് കഴിഞ്ഞിട്ട് വീണ്ടുണ്ടല്ല. ബ്ലോക്കാണോ? അരിഞ്ഞു കയറി പോകണ്ട, പണി കിട്ടും. ബ്ലോക്കാണല്ലോ. വണ്ടിയുടെ നിർത്തുന്നല്ലോ. ഇത് പഴയ റോഡാണോ? പഴയ റോഡല്ലേ അല്ലേ? ബസ്സൊക്കെ അതിലേ വരിക. വണ്ടിക്കാരെ ബ്ലോക്ക് ഫുള്ള് ബ്ലോക്ക്. തുടങ്ങി ബ്ലോക്ക്. ടോൾ പോസ്റ്റ് അങ്ങോട്ട്. ടോളൊന്നല്ല, അതാ ടോളം ടോൾ പോസ്റ്റ് അങ്ങോട്ട്. സോനാമാർഗ് അടയിലുണ്ടപ്പോ ഞാൻ മരിച്ചല്ലേ. അവനെ കണ്ടിലേക്ക് മനസ്സിലായില്ല. റൂമിലാണല്ലോ. അല്ല, ഞാൻ വിളിച്ചിപ്പോ ഇത് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ടെ എടുത്ത ടിക്കറ്റ് കാണിക്കാൻ വേണ്ടിട്ട് ഉള്ള കാണല്. അല്ല, പിരിവൊക്കെ തന്നെ ആവൂലേ? അത് സോമർക്ക് ഇവിടെയൊക്കെ അല്ലേ നമ്മൾ വന്നത് അല്ലേ? സ്നോ നോക്കിയിട്ട് അവിടെ അടുക്ക് നീ നമ്മളാ ഒരു ഞാൻ നടന്നു പോണൊക്കെ ഒരു വീഡിയോ അല്ലേ, ഹോട്ടലിൽ നിന്നൊക്കെ അവിടെ അല്ലേ? ഈ ഭാഗത്ത് ഇവിടെ അല്ല, കുറച്ചും കൂടി അപ്പുറത്ത്. ഇതിന്റെ പഴയ റോഡ് എവിടെ ഉണ്ടോ? ഇതിന്റെ ഉള്ളോട്ടൊന്നും കയറാൻ പറ്റില്ല. ഇതിന്റെ പഴയ റോഡ് താഴത്ത് കൂടെ അവിടെ നടന്ന് ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ വന്ന് നമ്മൾ കോഫി പിടിച്ച ഇരുന്ന സ്ഥലത്തില്ലേ, അങ്ങനെ അതിന്റെ പഴയ റോഡ് നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നിരുന്നു. അതിലൊക്കെ നമ്മളിങ്ങനെ നടന്നില്ലേ? നടന്നില്ലേ? അതിൽ അവിടെ പോയത് ആ ഹോട്ടലാണോ? നമ്മളവിടെ ഒന്നും കഴിച്ചില്ല, വെറുതെ ബോട്ടിൽ പുറത്തൊന്നും കേട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് മാറിയില്ലേ? ഒന്നും മനസ്സിലാവണില്ല. അതിലേക്ക് നടന്നുണ്ട്. എന്താ പറ്റി? അതാണ് ലെഫ്റ്റിൽ നിന്ന് വരുന്നതാണ് പഴയ റോഡ്. അതിലാണ് നമ്മൾ പ്രാവശ്യം വന്നത്. അതിട്ടാണല്ലോ പണി കഴിഞ്ഞില്ല. സമയം 7 മണി, അല്ല 5:30 മണി. പക്ഷെ ഇവിടെ കുറച്ച് ലൈറ്റ് കുറവുണ്ടല്ലേ? നമ്മൾ നാട്ടിലൊരു 5:30 പോലൊക്കെ തന്നെ ഉണ്ടല്ലേ? അത് ഈ മല കാരണം സണ്ണ് പോയിണ്ടാവും അല്ലേ? ഡിമ്മായി. എടുക്കാൻ പറഞ്ഞ അതിലേക്കുള്ള യാത്രയുടെ വെച്ചിട്ടുണ്ടാ, ബോർഡ് വെച്ചിട്ടുണ്ടാ. ഇതിലേക്ക് കയറാൻ മതിയോ? റോഡ് ഉണ്ടായിരിക്കില്ലേ? ചെറിയ റോഡ്, മിലിറ്ററി റോഡെല്ലാം ഉണ്ടായിരിക്കില്ലേ? ദൂരെ മഞ്ഞുമലകൾ കാണാം. നമ്മളിപ്പോ കയറിക്കൊണ്ടിരിക്കുന്നു സോജില്ല പാസ് അല്ലേ? കഴിഞ്ഞു വന്നടാ നോക്കാനായിട്ട്. 5G ഫുൾ കട്ടുണ്ട്. ഇപ്പോൾ 5G നോക്കട്ടെ, കണക്ട് ആയില്ല. ലേ 351, കാർഗിൽ 115, ദ്രാസ് 58. അവിടുന്ന് ദ്രാസ് പിടിക്കുന്നു. നാളെ കാർഗിലെത്തുമോ? കാർഗിലാണോ കുറച്ചുള്ളൂടാ? കാർഗിൽ കഴിഞ്ഞിട്ടില്ല. കാർഗിൽ കഴിഞ്ഞിട്ട് പോകേണ്ടി വരില്ലേ? എന്നിട്ട് വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരും. ഒറ്റയടിക്ക് നാളെ ലഡാക്ക് പിടിക്കണ്ട, നിർത്തി പോവാം. ദ്രാസ് നമുക്ക് സോജില്ല പാസ് എത്തില്ലേ? കാണാൻ കഴിയില്ല. ദ്രാസിന് മുന്നിട്ടുള്ളത് എൻ്റെ ഒരു ഓർമ്മ.
സോൻമർഗ് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ, മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇങ്ങനെ സോജില പാസ്. അപ്പോൾ താഴെ നല്ല തിരക്ക്, അവിടെ നിന്ന് മുതൽ നല്ല തിരക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. കുറേ ടെൻറ്റും. ഞാൻ ആദ്യം കരുതിയത് വല്ല ടൂറിസ്റ്റ് സ്പോട്ടായിരിക്കും എന്നാണ്, പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അമർനാഥ് പോകാനുള്ള ഒരു ബേസ് ക്യാമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത്രയും ക്രൗഡും അത്രയും വണ്ടി തന്നെ കിടക്കുന്നതൊക്കെ. ഇത് ഈ ഒരു ഭാഗത്ത് മാത്രം, ഇതേപോലെ അവിടെ അതേപോലെ കുറച്ച് അപ്പുറത്ത് അങ്ങനെ ഒരുപാടുണ്ട്. അമർനാഥ് പോകുന്നതിൻ്റെ സോൻമാർഗിലുള്ളൊരു ബേസ് ക്യാമ്പാണെന്നാണ് തോന്നുന്നത്. അതെ, അനൗൺസ്മെൻ്റ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും. ഞങ്ങൾ ഇന്നലെ മുതൽ അവർ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ കയറി ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്യും. അമർനാഥ് പോണ യാത്രയ്ക്ക് പോകുന്ന ആളുകൾ വണ്ടികളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാവും. വാവ്, ഇത്രയും ഒരു തിരക്കുള്ള സ്ഥലമാണ്. നമുക്ക് ഈ റോഡ് വഴി ഇനി മുന്നോട്ട് പോകണം. ഇതൊക്കെ പോകണമെങ്കിലും നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പോകണമെങ്കിലൊക്കെ താഴത്തേക്ക് പോരല്ലേ. ഒടിഞ്ഞു നിൽക്കുന്ന മലകളാ, റോഡ് വലിയ ഗുണമില്ല. ഇവിടെയൊക്കെ ലാൻഡ് സ്പീഡ് നടന്നിട്ടുണ്ട്, അതാണ് റോഡ് മോശമായിരുന്നത്. അമർനാഥിൻ്റെ ക്യാമ്പ് തന്നെ ഉണ്ടാ അല്ലേ, സോൻമർഗ് വഴി പോകുന്ന അമർനാഥിന്. എനിക്കാണ് ആ ഒരു മലയുടെ അപ്പുറം വ്യത്യാസമുള്ളൂ ഈ പഹൽഗാമും സോൻമർഗും തമ്മിൽ. ഈ താഴ്വര സോൻമർഗും അപ്പുറത്തെ താഴ്വര പഹൽഗാമും, അങ്ങനെ ആയിരിക്കും. ആ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. മോനെ കാണുന്നുണ്ട്, അതടുത്തിട്ട് ഈ സൈഡ് അധികം കൂട്ടുന്നു. ഏത് സൈഡ്? ആ സൈഡ് കുഴപ്പമില്ല. ഡൽഹിയിൽ നിന്ന് ബൈക്ക് എടുത്ത് ഇറങ്ങിയില്ല, അറിയാൻ പറ്റൂല. പോലെ ഉണ്ടല്ലേ? അതേപോലെ അതിൻ്റെ മുടി കേളിയാണ്, ഇത് സ്ട്രൈറ്റ് ആണ്. വണ്ടി എന്തോ പറ്റി ഒന്നും അറിയില്ല. ഇടയ്ക്ക് എത്തിങ്ങളെ എവിടെ പൊടിയുണ്ടോ? പൊടിയൊക്കെ ഉണ്ടാവും. പൊടി ഗ്ലാസ് ഇട്ടേ, ഗ്ലാസ് ഇട്ട് ഞാൻ കഴിച്ചു കാണാൻ പറ്റില്ല. പൊടി ഫുള്ള് ഡ്രസ്സിൻ്റെ മുകളിൽ ഒക്കെ പൊടിയാണ്. ഈ പൊടിയാണ് പോയിലിട്ട് അത് ക്ലീൻ ചെയ്യാം. വെന്റിലൊക്കെ പോകുന്നു, വെന്റിലൊക്കെ കയറും. രാഷ്മകളിൽ താഴത്ത് കണ്ടില്ല, താഴ്ച മോനെ. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ പഹൽഗാമിലൊക്കെ എന്തായിരിക്കും? ആ ഭാഗത്തു നിന്നല്ല കൂടുതൽ യാത്ര വരുന്നത്. അത് മഞ്ഞാണ് അത് ഗ്ലേഷ്യർ പോലെ കിടക്കാം. അത് ഇനി ഒരു ചാൻസ് ഇല്ല. നിങ്ങൾ ചെളി പിടിച്ചിട്ടേ മണ്ണും പാറ പോലെ ആയിട്ട് ഇങ്ങനെ കിടക്കും. അല്ലെങ്കിൽ ഇനി ചൂട് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ ഇരിക്കും. ട്രാവലർ പ്രാന്ത് പിടിച്ച പോലെ വരുന്നുണ്ട്. കല്ല് വീണ് നോക്കിയേ, കിടപ്പുണ്ട് റോട്ടിൽ. പ്രൈവറ്റ് കൊണ്ട് ഗുഡ്സും ഉണ്ട്. പ്രൈവറ്റിന് കുറച്ച് പൈസ കൂടുതലാണ്. ഐലെക്സ് ടൊയോട്ടയാണ്, ഡീസൽ വാല്യൂണ്, ലൈഫാണ്, അതൊക്കെയാണ്. പുറത്തൊക്കെ നല്ല ഇതാണ്. നമ്മളിവിടെ സർവീസ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് പിന്നെ നോക്കേണ്ടത്. നല്ലടിച്ചിട്ട് കാര്യമില്ല, നല്ല നിറക്കണം ഇടയ്ക്ക് അടിക്കണമെങ്കിൽ. മഞ്ഞില്ലേ കുക്കറും പാത്രങ്ങളൊക്കെ കൊച്ചുണ്ടാക്കി തുടങ്ങി. എന്നെ ഉപയോഗിക്കൂ 2 ദിവസമായി എന്നെ നിങ്ങളൊന്ന് തൊട്ടിട്ട്. ഇന്നലെ നമ്മൾ കഞ്ഞി വെച്ചല്ലേ, ഇന്നലെ കഞ്ഞി വെച്ച് ഓംലെറ്റ് ഉണ്ടാക്കി.
വരുന്ന വഴിക്ക് എന്താണ് ഫഡ്ജ് മേടിച്ച് അത് കഴിച്ചോണ്ടിരിക്കുക. വാൾനട്ട് ഫ്രിഡ്ജ്. എൻ്റെ മോനെ എന്നാ റോഡ് എൻ്റെ കപ്പുറത്തേക്കാണ് പോകുന്നത്. നമ്മളെ വണ്ടിക്ക് ലോഡ് കുറേ ഉള്ളായിരുന്നേ, വലിയ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചനും പെൻറ്റും ഒക്കെ ഉള്ള കാരണം വെയിറ്റ് കൂടുതലാണ്. ശരിക്കും ഇത് ഞങ്ങൾ 2 ആളുള്ളെങ്കിലും 5 ആള് ലോഡ് വേറെ ഉണ്ട്. തിരക്കുള്ളവർക്കൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകണ്ട, നമ്മൾ പയ്യനെ പോകുള്ളൂ. अब जाओ ഇതിനാണ് 350 രൂപ. ഇത് 140 രൂപ അങ്ങണ്ടായുള്ളൂ. 350 വെച്ചാൽ ചെറിയ ചെറിയ പീസിലല്ല, നമ്മളെ ഈ പേട പോലത്തെ ഒക്കെ ബോക്സ് ടൈപ്പ്. അത് ബോക്സിന്റെ പാക്കില് 250 ഗ്രാമിന് 350 രൂപ. അത് ഇത് മറ്റേ ടൈപ്പാ. ഇത് ബ്രൗണിയൊക്കെ പോലെ. ഇത് ബ്രൗണി പോലെ, മറ്റേത് അങ്ങനല്ല, നമ്മളെ കുക്കീസ് പോലെയാണ്. അതല്ലേ സ്കോർപ്പിയോ ഒക്കെ പറഞ്ഞ പോണത്. Purposefully made for mountains.
കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചിക്കൻ കറി വെച്ച് നോക്കലേ അല്ലേ? അതല്ലേ പിന്നെ അതല്ലേ ഡിഷ് വെച്ച് കൊണ്ട് തുറച്ച് അതന്നെ ആ ഡിഷ് കൊണ്ട് തുറച്ച് അതിനകത്തിട്ടിട്ട് ആ ഡിഷ്
എവിടെയാണ്? സോജില്ല പാസ് 1100 സംതിങ്. റോഡ് ഓർഗനൈസേഷൻ നമുക്കായി റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സോജില്ല പാസിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് ലെവൽ 11,649. അടിപൊളി കേട്ടോ. ഫസ്റ്റ് സെക്ഷനാണ് സോജില്ല. എങ്ങനെയുണ്ട്? ഓനെന്താ പറഞ്ഞേ? ആ റീലെടുത്ത് തരും അടിപൊളിയായിട്ട്. എടുക്കണ്ട? എങ്ങനെ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചേ. അവരുടെ നോക്കടാ, അവൻ കാണിച്ചു കൊടുക്കണ്ടില്ലേ? പുള്ളി വീട്ടിൽ എടുത്ത് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അടിപൊളിയായിട്ട് റീലൊക്കെ എടുത്ത് കൊടുക്കണ്ടോ. 250 രൂപ പറഞ്ഞ റീലിന്. നമ്മളധികം നേരം ഒന്നുമില്ല, പിന്നെ ലേറ്റ് കുറവാണ്. പക്ഷെ അവരിപ്പോൾ തന്നെ അടുത്ത വീഡിയോ ഒക്കെ കാണിച്ചു തന്നു. ചെമ്മരിയാട് അല്ലേ, ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് തരണം. നമ്മളെ പയ്യനെ അവിടെ നിന്ന് നീങ്ങി ഇപ്പൊ നേരെ താഴത്തേക്ക് ഇറങ്ങി. കുറച്ച് ലേറ്റ് ആയി പോയി, അതിന്റെ പേരില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഉച്ചയ്ക്ക് ഇവിടെ തന്നെയായിരുന്നു ശരിക്കും അല്ലേ. അപ്പൊ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ആയിരുന്നു അവിടെ. ഇനിയിപ്പോ നേരെ ഗ്രാസ് പിടിക്കാൻ നോക്കാം. പറഞ്ഞു തുടങ്ങി. വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കും, എത്ര കിട്ടും എന്നൊന്നും അറിയില്ല. ഗ്രാസിലേക്ക് ഇനി 36 കിലോമീറ്റർ.
ഈ മറ്റേ ഈ തെർമൽ പോലത്തെ സാധനം കിട്ടും, ഗ്ലൗസ്. നക്കാൻ കയ്യിൽ അത് ഇട്ടിട്ട് അതിന്റെ പുറത്ത് കൂടെ നമ്മള് ഇത് വാട്ടർ പ്രൂഫ് ഗ്ലൗസ് അതിടണം. ഇറങ്ങി താഴെത്തി അവിടെയൊക്കെ പോയിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റിയിരിക്കില്ലേ? അവിടെ എൻ്റർ ചെയ്യണം. ആധാരങ്ങൾ അങ്ങനെയല്ലേ? വേണ്ടിയില്ല. അത് ഇപ്പം മതിയല്ലേ? യെസ്. അപ്പം നമ്മളിവിടെ ഒരു എൻട്രി ചെയ്യണം. നമ്മൾ ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിലേക്ക് എൻട്രി ആയതിൻ്റെ വേറെ ഒന്നുമില്ല, നമ്മുടെ വണ്ടി നമ്പറും എത്ര ആളുണ്ടെന്നുള്ളത് മാത്രം. ഓക്കെ. എവിടെയാ ഓഫീസ്? എവിടെയാ? ഓഫീസൊന്നുമില്ല, അവിടെ ടേബിളിലിട്ട് ഇങ്ങോട്ട് ആളിരിക്കുന്നുണ്ട്. അതിലങ്ങോട്ട് എഴുതി വണ്ടി നമ്പറും എത്ര ആളുണ്ടെന്നുള്ളത്. ഇതിങ്ങനെ പിടിച്ചിട്ടേക്കാം, അത് കോൺവേറ്റ് വിടുള്ളൂ. ദൂരം വണ്ടിയാണ് നോക്കിയേ. മാത്രം നാട്ടിൽ നിന്നുള്ള വണ്ടി കുറവായിരിക്കും. ഉണ്ടെങ്കിൽ അണ്ണന്മാരെ വണ്ടി ലഡാക്കൊന്നും അണ്ണന്മാർ കയറില്ല. ശ്രീനഗർ വരെ വരാറുണ്ട് നമ്മളവിടെ നിന്ന്. മലയാളി വണ്ടികളും വരും, പിന്നെ അണ്ണന്മാരെ വണ്ടി ഉണ്ടാവും, തമിഴ്നാട് വണ്ടി ഉണ്ടാവും. പിന്നെ മുഴുവൻ ഈ ഡൽഹി എന്നൊക്കെ HR വണ്ടികൾ കുറെ കയറി വരുന്നത് അവിടേക്ക്. ലഡാക്കിലേക്ക് ഇവിടെ ലോക്കൽ വണ്ടി JK വണ്ടികളൊക്കെ ഷട്ടിൽ അടിക്കുള്ളൂ. ലോങ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വരുന്നില്ലല്ലേ, കൺസ്ട്രക്ഷൻ്റെ സാധനങ്ങളോ. HR വണ്ടികളുണ്ട്, HR ഉണ്ട്, JK ഉണ്ട്. ഈ ഡൽഹി വണ്ടികൾ കുറവായിരിക്കുള്ളൂ. ഡൽഹി ഗുഡ്സ് വണ്ടികൾ കുറവാണ് HR രജിസ്റ്റർ ചെയ്യാം. പിന്നെ നേരം ഇരട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ ഇനി 24 കിലോമീറ്റർ ഉണ്ട് ദ്രാസിലേക്ക്. ദ്രാസെത്തണം. കയറി പോവാൻ ദ്രാസെത്താണ്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് കിട്ടില്ല. പ്രശ്നമാണ്, നെറ്റ്വർക്ക് കിട്ടണം. കാരണം ഇപ്പോഴേ ഇങ്ങനെ ഹീറ്റിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ജാക്കറ്റ് ഒക്കെ ഇടാനില്ലേ? മാത്രമായിട്ടല്ലോ അത് ഇതായിട്ട് അങ്ങോട്ട് മാച്ചായിട്ട് പോയാലേ അടുപ്പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ കളിച്ച് എന്ത് ചെയ്യും? വേലൊക്കെ എത്തുമ്പോ അതൊക്കെ പിടുക്ക് പറിക്കാൻ ചെറിയ മാറും. പത്തി കംഫർട്ടബിൾ ആയതുകൊണ്ട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എടുത്തതുകൊണ്ട്. മറ്റേ ഓപ്ഷൻ ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കും. റേഞ്ച് വന്നില്ല. സിം നമ്മളെ മറ്റേ സിം ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ? ഏത്? ഇല്ലില്ല, ലഡാക്കൊക്കെ ജിയോ പലരും യാത്ര ചെയ്ത് ഇങ്ങോട്ട് റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞതാണ്. നെറ്റ്വർക്ക് ദ്രാസത്തിനായിരിക്കും. ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, അതിങ്ങനെ റൂട്ടിലെ അല്ല. ഇതിങ്ങനെ പണിതിട്ടേക്കല്ലേ, ബിആറും ഇങ്ങനെ പണിതിട്ടേക്കാം. ശരിക്കും ഇത് ടൂറിസ്റ്റ് ആയതാണ്. ശരിക്കും ഇത് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് പണിതിട്ട റോഡല്ലേ ശരിക്കും, അല്ലേ? മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട്, ആർമിക്ക് വേണ്ടി ഇങ്ങോട്ട് പണിത റോഡിലൂടെ പിന്നെ അത് ടൂറിസം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. എല്ലാവർക്കും എത്തിപ്പെടാവുന്നൊരു സെറ്റപ്പിലേക്ക് മാറ്റി. ലൈറ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് കിട്ടിയിരുന്നല്ലേ. വേറൊരു പൂവുണ്ടല്ലേ, വേറെ ഏതോ ഒരു സ്ഥലത്ത്
ഏരിയയിൽ തന്നെയാണ് അല്ലേ ഇതൊക്കെ? മലയുടെ ഒക്കെ ഒരു ഷേപ്പും ഒരു ഇതൊക്കെ നോക്കി. പിന്നെ വഴുക്കണ് ഏർപ്പില്ലേ? ചെറിയൊരു വില്ലേജ് വന്നിട്ടുണ്ട്. നമ്മളെ മോഹൻലാലിന്റെ പഴയ പടങ്ങളൊക്കെ ഇല്ലേ, പഴയ ഒരു പടമില്ലേ മറ്റേ നമ്മളെ വിനായകൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പടം, വിനായകൻ സർക്കസ് കമ്പനിക്കാരെ ഇങ്ങനെ വന്നിട്ട് അത് നല്ല രഘുവരൻ സയന്റിസ്റ്റ് ആയിട്ടുള്ളൊരു പടം, മത്തിയാൻ എന്ന് പറഞ്ഞൊരു വില്ലേജാണ് ഈ കാണുന്നത്. നമ്മുടെ അതേപോലെ ഒരു ഫീൽ ചെയ്യണം എനിക്ക്. അതായത് അത് അങ്ങനെയാണ്, കുറേ ദൂരം എത്തുമ്പോൾ ഒരു ചെറിയ ടൗൺ കിട്ടണത്, അവിടെ ഫുഡ് കഴിക്കാൻ നിർത്തണത്, അതേപോലത്തെ ഒരു ഫീല്. ഒരുപാട് ദൂരം ഇങ്ങനെ ഒന്നുമില്ലാണ്ട് മലകളും താഴ്വരകളും മാത്രം കണ്ടുകൂടി വന്നിട്ട് ഒരു ചെറിയ വില്ലേജ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ കാലിയായിട്ടുള്ള റോഡ്. മത്തിയാൻ എന്ന് പറഞ്ഞ വില്ലേജ്. ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടല്ലോ കമ്പിയൊക്കെ കൊണ്ട്. എൻ്റെ മോനെ ഇപ്പൊ പോണ വണ്ടിയാണ് ഓർഗനൈസേഷൻ. എന്താല്ലേ ഈ ഗ്രാമങ്ങൾ വരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ ഒരു പച്ചപ്പുണ്ടാവും. അത് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ സെറ്റ് ആക്കുന്നതായിരിക്കും അല്ലേ? 300 കിലോമീറ്റർ റോഡ് സൂപ്പറായിട്ടാണ്. എന്താ കളറല്ലേ മലകളുടെ ഒക്കെ. everyone normal speed കാണിട്ട് ആടുകളല്ലേ ആടുകളെ കിടക്കുന്നത് ഒച്ച കടന്നു തുടങ്ങി. റിവർ റാഫ്റ്റ് ഉണ്ട് കേട്ടോ. പോലെ ഭയങ്കര രസമായിരിക്കും. സ്പ്രിങ് ഉണ്ടാവും എവിടെയെങ്കിലും അല്ലേ? ഹോട്ട് സ്പ്രിങ്. ഇതല്ലേ ഇതൊക്കെ ശരിക്കും മഞ്ഞുമൂടി നിൽക്കുന്ന സ്ഥലമാണ്. വിന്റർ ആകുമ്പോ ശരിക്കും സോൻമർഗിൽ നിന്ന് ക്ലോസ് ചെയ്യുമല്ലോ റോഡ്. ഇതിനോടൊന്നും ഉണ്ടാവില്ല. ഇല്ലില്ല, അതൊക്കെ മിലിറ്ററിക്കാരൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവും. ഇവിടെ അതിനുള്ള സജ്ജീകരണം ശരിക്കും മിലിറ്ററി വാഹനങ്ങള്, മിലിറ്ററിക്ക് റോഡുണ്ട് അവിടെ. റോഡ് അവർ ക്ലിയർ ചെയ്യാണ്ടാവും മിലിറ്ററിക്ക് പോകാൻ വേണ്ടിട്ടേ. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ഒക്കെ അവിടെ നിന്ന് താഴ്ത്തുനിന്നും അവിടെ നിന്നൊക്കെ വരണ്ടേ. അപ്പൊ റോഡ് അവർ ക്ലിയർ ചെയ്യും മഞ്ഞ് വീണനുസരിച്ച്. അതിന് വേണ്ടിയിട്ടുള്ള PR-ന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് അവരുണ്ടാവും. ഞാൻ ചോദിക്കുന്നത് എങ്ങനെ അവർ പണിയെടുക്കുന്നതാണ്. ആ എക്സ്ട്രീം ഇന്റർലൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യണ പട്ടാളക്കാരൊക്കെ അല്ലേ? മലയിൽ നിന്ന് വീണ സംഭവം മണ്ണൊലിച്ച് വന്നതാണോ അല്ലേ? ആ മലയുടെ മണ്ണ് കംപ്ലീറ്റ് ഒലിച്ച് വന്നിട്ട് അത് കല്ലുകൾ മാത്രമേ താഴ്ത്തു മണ്ണിങ്ങനെ അരിച്ചിറങ്ങിയത്. മഞ്ഞുരുക്കി വരുമ്പോൾ അരിച്ചിങ്ങനെ ഇറങ്ങിയിട്ട് സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് അത് വേറൊരു ടൈപ്പ് മലയായിട്ട് മാറി. കുത്തിവെക്കൂലേ, കുത്തിവെച്ച സാധനമല്ലേ കണ്ട. കാറ്റ് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. കാറ്റ് ശരിക്കും പിടിക്കേ. ടെൻഡേ പിടിക്കാൻ മതി. കാറൊന്നായിട്ടും ഉണ്ടോ? പിന്നെ ഒന്നും തുറന്നിട്ടില്ല, ചത്ത് പോകും.
അല്ലേ അതൊക്കെ പ്രകൃതി ഒരു ആർട്ടിസ്റ്റാണ്. മഴ മഴ വേണ്ടട്ടാ, മഴ വന്നാ പോയി. കാറൊക്കെ കയറാ ചൂടാക്കിയിട്ടില്ല. ഇതെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിക്കി നിറയ്ക്കും. ഡിക്കി നിറയും കുറച്ച് മുന്നിലേക്ക് ഒരു സീറ്റിലേക്ക് വിടാം. ഞാൻ ഇതിൽ എങ്ങനെ കിടക്കുന്നത്, ഞാൻ ഇതിയെ ബാക്കി കിടക്കും. ഞാൻ ഈ സീറ്റ് അങ്ങനെ താത്തും, ഇവിടെ ബാഗൊക്കെ സെറ്റാക്കി അപ്പോൾ കാലിങ്ങനെ ആയല്ലോ. ടെൻ്റ് ഉണ്ടാവും വണ്ടിയിൽ, ടെൻ്റ് അടിക്കാൻ പേടിയാ. ടെൻ്റ് കൊണ്ടോ എല്ലാ അധികം ട്രിപ്പിലും ടെൻ്റ് എടുത്ത് വണ്ടി കിട്ടും. പക്ഷെ ടെൻ്റ് അടിക്കില്ല, എന്താ പേടിയായിട്ട് കാറിൽ തന്നെ കിടക്കും. എന്തിനു പേടി? കേരളത്തിലാ? ആ കേരളത്തിൽ വാഗമണ്ണ് പോയിട്ട് തന്നെ വാഗമണ്ണങ്ങനെ മൃഗങ്ങളുള്ള സ്ഥലമൊന്നുമല്ലേ? അതല്ല, പക്ഷെ മുട്ടക്കുന്ന ആയതുകൊണ്ടേ ഇത് കാറിന് പോകുന്നതിനോട് കുറച്ചുകൂടി സേഫ്. മഴയാണെങ്കിൽ നല്ല മഴയും കൊണ്ടും, വെയിലാണെങ്കിൽ നല്ല വെയിൽ. അങ്ങനെ വേണ്ടി പ്രൊട്ടക്ഷൻ വേണം. കോട്ടിംഗ് ഒന്നും മാറ്റണം. ഏതിൻ്റെ? ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഉണ്ടല്ലേ? ഡെക്കാത്ലോണിൻ്റെ കേട്ടോ. നമ്മൾ ആ റോഡ് വഴി അത് ഓപ്പൺ ആയിട്ട് അപ്പുറത്തെ റോഡ് വഴി വരണമെങ്കിൽ ഫുള്ള് പച്ചപ്പായിരിക്കും അല്ലേ? അല്ലേ? ഇവിടെ വേറൊരു രസാനം അങ്ങനെ ആയിരിക്കും. താഴത്തോട്ടില്ലേ റോഡ്? അല്ല, മേലിൽ കൂടെ തന്നെ ഇതേപോലെ ഒരു ബസ് കയറി ഇറങ്ങേണ്ടവരായിരിക്കും അവിടെ. എന്നിട്ട് വേണം, പക്ഷെ അത് ഫുള്ള് പച്ചപ്പ്. പക്ഷെ ലഡാക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച കിട്ടുമായിരിക്കും ആ ബോർഡർ കഴിയുമ്പോഴേ. പക്ഷെ അത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവിടെ വരുന്നവർക്ക്, ഗ്രേസ് വരുന്നവർക്ക് പോകാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് അല്ലേ? ശ്രീനഗർ ടൗൺ വരാണ്ട് ആ വഴി ഞാൻ പറഞ്ഞത്. ആ വഴി ഫുള്ള് പച്ചപ്പായിരിക്കും, അങ്ങനത്തെ ഒരു ഏരിയ അല്ലേ. ഇങ്ങോട്ട് വന്നപ്പോ കംപ്ലീറ്റ് മാറി, പച്ചപ്പേ ഇല്ല. കളറ് ഒരു ബ്രൗണിഷ് കളർ, ഒരു യെല്ലോയിഷ്, ഒരു ഗോൾഡിഷ്. ഷോർട്ടൊന്ന് ഡിലീറ്റ് ആക്കി കുറച്ച് പഴയതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കുന്നുണ്ടാ. പഴയതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ വെക്കില്ല, സ്പേസ് ഇല്ലല്ലോടാ ഫോണിലെവിടെ നോക്കി ഞാൻ അതിൻ്റെ ഇതിൽ ഡിലീറ്റ് ചെയ്ത് കളയും. ഫോണിലേക്ക് ഫോണിലേക്ക് കയറ്റുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, നല്ല ഷൂട്ട് ഉണ്ടെങ്കിൽ എടുത്തേക്കാനാ. ഓക്കെ, ഉള്ളതൊക്കെ ഡിലീറ്റ് ആക്കി. പഴയതൊക്കെ പോയി. ഇതുവരെ പഴയതെന്ന് പറഞ്ഞാൽ എവിടെ വരെ? നമ്മളെ കാശ്മീർ കയറുന്നവരുള്ളതൊക്കെ പോയി. കാശ്മീർ മുതലുള്ളതുണ്ട്, ഗ്രേസ് വാലി, അല്ല അത് മറ്റേ ഇതൊക്കെ ഉണ്ട്. നമ്മളെ ദൂത് പത്രി, അതേപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് പോയത് ഗുൽമാർഗ് പോയത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഗ്രേസ് പോയത്, അതൊക്കെ ഉണ്ട്. ഗ്രേസ് ഒക്കെ ഫുൾ ഇങ്ങനത്തെ ഷോട്ടുകളായിരിക്കുള്ളൂ, നമ്മൾ വ്ലോഗ് പോലും ചെയ്തിട്ടില്ല. ആ പോകുന്ന യാത്രയാണ് രസം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാലി നമ്മൾ വീഡിയോ ഒരു വ്ലോഗ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നല്ലോ, റിലാക്സ് എൻജോയ് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പൊ നമുക്ക് വരുമാനം തരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റർ ആവുമായിരുന്നു. ഇത് നമ്മളെ കയ്യിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്നു, അപ്പൊ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും. മെനക്കെട്ട് കഷ്ടപ്പെട്ട് അതിനു വേണ്ടി. അപ്പൊ പിന്നെ നമ്മളെ കാര്യം നടക്കൂല. നമ്മളിതിനു വേണ്ടി എനിക്കത് ആദ്യം ഞാൻ ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോ വീഡിയോ എടുക്കണം, അല്ല വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് നടക്കൂല. ആദ്യത്തെ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ എഡിറ്റ് ചെയ്യാനും പിടിക്കാനും അതിന് മൊബൈലിലല്ലേ ചെയ്യണത്. അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോ തന്നെ ഓൾമോസ്റ്റ് എത്ര ദിവസമായി? 18-19 ദിവസമാണ്. ആകെ 3 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നമ്മളെ കാഴ്ചകൾ കണ്ടു 18 ദിവസം കൊണ്ട്. കാലങ്ങി മറിഞ്ഞാണ് ചെറിയ ഐസ് വന്നിട്ടേ. എക്സ്പെക്ട് ചെയ്ത് സമയത്ത് 6-7 മണിയാണ്. നമ്മുടെ കുറച്ച് സമയം സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് പോയില്ല. 5:30 ഇരുന്ന സമയം, നല്ല ലേറ്റുള്ള സമയത്ത് എത്തേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി, നോട്ട് അൺഫോർച്ചുനേറ്റ്ലി, ഫോർച്ചുനേറ്റ്ലി, എല്ലാം ഫോർച്ചുനേറ്റ്ലി
പക്ഷെ ലഡാക്കിന്റെ ഒരു സൈഡ് പാകിസ്ഥാനാണ്, വലത്തെ സൈഡാണ് മണാലി. ഹിമാചലിന്റെ അപ്പുറത്തെ സൈഡും ഹിമാചലിന്റെ മേൽഭാഗമൊക്കെ വരുന്ന ഭാഗമാണ് ഈ ഉംലിംഗ്ലെന്ന് കയറി പോണതാണ് ചൈനയൊക്കെ. ഈ സൈഡ് നമ്മൾ പുള്ളി സൈഡ് എന്ന് പറയുന്നത് ഇടത്തോട്ട് കയറി പോയി കഴിഞ്ഞാല് പാകിസ്ഥാൻ ആയിക്കോളും. വെളിച്ചം ഇല്ല. യെസ് ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ദ്രാസിൽ എത്തി. സമയം 8:30 മണിയായി. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ്. സൺസെറ്റ് ഒന്നും ഇല്ല ഇവിടെ, മലകൾ കാരണം പോയാൽ പിന്നെ ഒരൊറ്റ പോക്കാം. പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല. അപ്പോൾ അപ്പോൾ 10,000 ചില്ലറ ഉള്ളൂ കേട്ടോ ഫീറ്റ് ഹൈറ്റ്. പക്ഷെ മഴ പൊടിയുന്നുണ്ട്, അതാണ് ഒരു പ്രശ്നം. ഇനി എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് വേഗം കഴിക്കാൻ തുടങ്ങണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ദ്രാസിൽ നിന്ന്, അടുത്ത ലൊക്കേഷൻ എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല, അടുത്ത ദിവസം കാണാം. ഓക്കെ ബൈ. ബൈ ഗൈസ്.